ഇത് സാധനം ഒറിജിനലാണല്ലോ. ഇതാരിട്ടിട്ട് പോയടാ ഇവിടെ? അല്ലേ വേണ്ട, വീട്ടിൽ പോയി രണ്ടര അടിച്ചിട്ട് ഇനി കടയിൽ പോവാം. ജിലും 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 ആ സ്വരം 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 ആ. ദൈവമേ, പെട്ട്. കടയിൽ നിന്ന് സാധനം വാങ്ങേണ്ടി നീ കാശ് തന്നപ്പോ എനിക്കൊരു സാധനം വേണ്ടി കാശ് വെച്ചോ നീ എനിക്ക് തന്നു ഇല്ലല്ലോ? അതുകൊണ്ട് എനിക്ക് ദൈവം തന്നാ. ദൈവോ? ആ ദൈവം. അതെ, ഞാൻ ആ തെക്കേപ്പറമ്പിന്റെ പുറത്തെ ഇടവഴി കൂടെ കടയിലോട്ട് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ രണ്ട് പൊട്ടിച്ചടിച്ചിട്ട് മിച്ചം വിട്ടിരുന്ന ഞാനിത് ഇങ്ങോട്ട് പോകുന്നു. ഓ, ഇങ്ങനൊരു മണ്ടൻ ആരെങ്കിലും വേഷം ചേർത്ത് കുടിച്ചിട്ട് ബാക്കി അവിടെ കളഞ്ഞിട്ട് പോയതായിരിക്കും. ഇനി അത് കുടിച്ച് ചാവ്. എൻ്റെ ഒരു വിധി. ഇതിനൊക്കെ എന്തോ ചെയ്യാന്നോ എനിക്കിട്ട് അറിയാൻ വയ്യ. ദൈവമേ, ഇനി ഇതിനകത്ത് വിഷമെല്ലാം ചേർത്തിട്ടുണ്ടോ? ഏയ്, കുറച്ച് പഞ്ചാരം തേയിലിട്ടച്ച് കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ അവൾക്ക് തന്നെ കൊടുത്തു നോക്കിയാലോ. ഹായ്. നമ്മളടിക്കുമ്പോൾ കോഴി ടച്ചിങ്സ്, കോഴി അടിക്കുമ്പോൾ എന്ത് ടച്ചിങ്സ് കൊടുക്കും? കുടിക്കണം മോനെ. കൊള്ള തേഞ്ഞു. ആകെ ഈ വീട്ടിൽ ഉപകാരമുള്ള ആ കോഴികളെ കൊണ്ടാ വല്ലപ്പോഴും 1 2 മുട്ട തരുന്നത്. ഇനി അതിനെയും കൂടെ കൊല്ലി. ഇനി ഇത് 6 എണ്ണാക്കി കൊണ്ടൊഴിക്കൂ. ടെസ്റ്ററെ കിട്ടി. എന്താ? അച്ഛന് വയ്യാണ്ട് കിടക്കുക, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞോണ്ട് അമ്മ വിളിച്ചില്ലായിരുന്നോ? കാണാൻ പോകണ്ടേ? അങ്ങനെയാണൊരു കാര്യം ചെയ്യും, നമുക്ക് കാണാൻ പോകും. നീ 10 മിനിറ്റ് റെഡി ആയിക്കോ കേട്ടോ. ചെല്ലുന്നു, കൊടുക്കുന്നു, അടിക്കുന്നു, പോരുന്നു. ഇയാൾക്ക് എന്ത് ഇപ്പം എൻ്റെ അച്ഛനോടൊരു പ്രേമം? ഹലോ, ഞാൻ ഓട്ടോ സ്റ്റാൻഡ്. നീ എന്നാ പെട്ടെന്ന് വീട്ടിലോട്ട്, നമുക്ക് സ്വാമിയുടെ വീട് വരുന്നു പോകണം. ഓ ശരി ചേട്ടായി. ഹലോ എടാ. ഹലോ. എടേ, കല്ലിനകത്ത് വിഷം ചേർത്ത് കഴിഞ്ഞാൽ വിഷത്തിന്റെ വീര്യം കുറയുമെന്ന് പറഞ്ഞാൽ ശരിയാണോ? ചേട്ടായിട്ട് ആരാ പറഞ്ഞേ? മദ്യത്തിനകത്ത് വിഷം ചേർത്താണല്ലോ വിഷത്തിന്റെ പവർ ഇരട്ടിയാകും. നീ വാ. നീ മുമ്പേ പറഞ്ഞൊക്കെ ഉള്ളതാണോ? എന്ത്? കള്ളിനകത്ത് വിഷം ചേർത്തടിച്ചു കഴിഞ്ഞാൽ ചത്തു പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? കള്ളുകുടിയന്മാരുടെ ആത്മഹത്യാ പ്രവണത തുടങ്ങുന്ന പുസ്തകമുണ്ട്. അതിനകത്ത് പറയുന്നത് മദ്യവും വിഷവും ചേർത്ത് കഴിച്ചാൽ 3 മിനിറ്റിനുള്ളിൽ ആള് വടിയാവും. അങ്ങനെ കൃത്യമായിട്ടൊക്കെ സതീശേ, അതേട്ടോ പോവാ. എന്നാ പിന്നെ പറയാം. അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റിയില്ല. സതീശേ, കഴിച്ചിട്ട് പോ. ഓട്ടം ഉണ്ട്. ഓ എടാ, അതിപ്പോ 3 മിനിറ്റ്. ഓ 3 മിനിറ്റോ? 3 മിനിറ്റ്. അതൊന്നുമില്ല, നീരണ്ടല്ല. രമണി ഇപ്പൊ അയൽക്കൂട്ടത്തിന് വരുന്നില്ലേടി? പോട്ടി. അയ്യോ, മോനെ അല്ല, ആ നക്കിക്കൊണ്ടിരിക്കുന്ന പട്ടിയെ പറഞ്ഞ മോൻ കയറി വാ. എനിക്ക് എപ്പോഴേ തോന്നി അച്ഛനുണ്ടാവത്ത്. അല്ല, ഇതെന്താ നിങ്ങൾ പറയാതെ വന്നേ? ഞാൻ അതൊന്നും പറയാത്ത. ഇന്ന് ചക്ക വെട്ടിയറിഞ്ഞപ്പോ ഞാൻ നിന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ.
നീ അവിടെ കോലും കിട്ടുമോ? ഓ ആ മനുഷ്യന്റെ കൂടെ അല്ലേ? പോടി ടുട്ടുടു. അല്ലേ ഇവനെ അടിച്ചു വളരെ നീയെങ്കിലും സമാനത്തോടെ അടിയാ. അമ്മേ എന്നടി കമ്മല് അതും അവൻ കുടിച്ച് തീർത്താ? ആ അതൊക്കെ കൊണ്ടുപോയി, അമ്മയ്ക്ക് അറിയാലോ. കഴിഞ്ഞ ആഴ്ച അതും കൂടിയൊക്കെ എടുത്തിട്ട് കൊടുക്കും. ഇതും കൂടി കൊടുക്കാറുന്നില്ലേ? കിളവൻ ഇപ്പോഴും ഓൾഡ് സെറ്റപ്പ് തന്നെ. ദൈവമേ, സതീഷ് പറഞ്ഞ 3 മിനിറ്റ്. ദൈവമേ, ഇത് സതീഷ് പറഞ്ഞാലും 3 മിനിറ്റ് പോകല്ലേ? അയ്യോ, കാർന്നൊരു പടിയായേ. എടി സൗമ്യേ, അച്ഛൻ എടി അച്ഛൻ 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 അനങ്ങുന്നില്ല. അച്ഛാ അച്ഛാ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടാ മതി മതി, എണീറ്റേ മതി. ഇതൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കണം. 4 പേരെ കാണുമ്പോൾ സ്ഥിരമുള്ള പരിപാടി. ഒരൊച്ച ഉണ്ടാക്കുക, കിടക്കുക. നേരം പോക്ക് എന്തെങ്കിലും വേണ്ട അങ്ങേർക്ക്. നീ വാ പെണ്ണ ഇങ്ങോട്ടോ, പണിയില്ല. വാ കണ്ടോടി, അച്ഛനൊരു വയ്യാഴിക വന്നപ്പോൾ ചെക്കൻ്റെ വെപ്രാളം. ശോ, നമ്മുടെ ഭാഗ്യം. ആഹാ, പോകളാണെന്ന് തന്റെ കോപ്പിൽ നേരം പോക്ക്. 3 മിനിറ്റ് കൊണ്ട് ബാക്കിയുള്ള കൊലക്കയറുണ്ടോ? എടി സൗമ്യേ, ഇച്ചിരി പുഴുക്കെടുത്തോ. ഞാനൊഴിച്ചു കൊടുത്ത കള്ളു കുടിച്ച പട്ടി. നീയെങ്കിലും സമാനത്തോടെ അടിയടാ. എന്റെ ദൈവമേ, കർത്താവേ, നമ്മുടെ ക്ലാവ് കയറ്റിപ്പോയോ? അതിനെ ശരിയാക്കിയിട്ടുള്ളൂ. ഞാൻ കുടിച്ച കള്ളിലെ വിഷമെന്നോർത്തു. ആ തള്ള വെച്ച വിഷത്തിലാണ് പട്ടിയെത്ത് മനസ്സിലാതെ ഞാൻ കുറച്ചു നേരം ഒന്ന് മയങ്ങട്ടെ.